നിങ്ങൾ ആവർത്തിച്ച് നിങ്ങൾ രണ്ടാം മുഴുവൻ വായിച്ചുള്ളൂ. ഏറ്റവും അവസാനം ഒരു ചോദ്യമുണ്ട് ഭീമനോട്, നിനക്ക് പരമപദത്തിന് അർഹതയുണ്ടോ? കണ്ണൊന്നടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിച്ച് ഭീമൻ പറഞ്ഞു, ഇല്ല. എന്തുകൊണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ ആരണ്യകത്തിലെവിടെയോ തൻ്റെ കാമനകൾക്ക് വശംവദയായി പിന്നീട് ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയാത്ത ഹിഡുംബിയെക്കുറിച്ച് ഭീമൻ ഓർത്തു. മഹാഭാരത യുദ്ധം ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്നിരിക്കെ അതിൽ കൊടിയ അധർമ്മം പ്രദർശിപ്പിച്ചുകൊണ്ട് എക്കാലത്തെയും തൻ്റെ നിരന്തര വൈരിയായ അർജുനനെ കൊല്ലാൻ ശക്തി എന്നൊരു വേൽ കർണൻ്റെ കയ്യിലുണ്ട് എന്നറിഞ്ഞ ധർമ്മം മാത്രം പറയുന്ന ശ്രീകൃഷ്ണൻ 16-ാമത്തെ ദിവസത്തെ യുദ്ധത്തിൽ അർജുനനെ അല്ല പറഞ്ഞു വിട്ടത്, നേരെ മറിച്ച് ഘടോൽക്കജനെയാണ്, ഹിഡുംബിയുടെ മകനെയാണ്, ഭീമൻ്റെ മകനെ യുദ്ധത്തിന് വേണ്ടി മാത്രം വിളിച്ചതാണ്. പിഞ്ചു കുഞ്ഞായിരിക്കെ വനത്തിൽ ഉപേക്ഷിച്ചിട്ട് പിന്നീട് ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരച്ഛൻ യുദ്ധത്തിന് വേണ്ടി സ്വയം ബലിയാവാൻ മകനെ വിളിക്കുകയും മകനെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം താൻ ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്ന, അർജുനനെ കൊല്ലാൻ സൂക്ഷിച്ചിരുന്ന ഒരായുധം ഈ കാട്ടുചക്കനിലേക്ക് വിന്യസിക്കാൻ കർണൻ നിർബന്ധിതനാവുന്നുണ്ട്. ഈ രണ്ടുപേരെയും ഓർത്തിട്ടൊന്ന് കണ്ണടച്ച ഭീമൻ പറയുന്നു, എനിക്ക് പരമപദത്തിന് അർഹതയില്ല.